നാം പലപ്പോഴും നമ്മുടെ തന്നെ ബുദ്ധിശൂന്യത കൊണ്ടും അമിതമായ ആത്മവിശ്വാസം കൊണ്ടും പല കുഴപ്പത്തിലും ചെന്ന് വീഴാറുണ്ട്. ഈ സാഹചര്യങ്ങൾ നമ്മെ യാഥാർത്ഥ്യബോധത്തിലേക്ക് നയിക്കുമെങ്കിലും ഇതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാതെ നാം വിഷമിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വലിയ ആശ്വാസവും തണുപ്പുമായി ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇന്നത്തെ ഈ സ്കിറ്റിൽ ഇങ്ങനെ കുഴപ്പത്തിലായ ഒരു പെൺകുട്ടിയെയും അവളെ സഹായിക്കുന്ന നല്ലവരായ രണ്ട് സുഹൃത്തുക്കളെയും നമുക്ക് കാണാം. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തട്ടെ. ഒലീവിയ ബിസിനസ് തകർന്ന് തൻ്റെ കുടുംബത്തിന് വലിയ നാണക്കേട് വരുത്തുകയും കടബാധ്യതയിലായി തീരുകയും ചെയ്ത ഒരുവൾ. വളരെ കുറ്റബോധത്തിലും നാണക്കേടിലും എല്ലാവരിൽ നിന്നും ഇപ്പോൾ അവൾ ഒറ്റപ്പെട്ട് കഴിയുന്നു. ജാക്കും മായയും കോളേജ് കാലം മുതൽ ഒലിവിയയുടെ ഉറ്റ സുഹൃത്തുക്കൾ. ജീവിതത്തിലെ പല ഉയർച്ച താഴ്ചകളിലും ഒരുമിച്ച് നിന്നവർ. ഒലിവിയ ഇപ്പോൾ അവരുടെ ശുപാർശയിൽ അവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അടുത്തിടെ മാത്രമാണ് ജോയിൻ ചെയ്തത്. ഈ സ്കിറ്റ് ഇവിടെ തുടങ്ങട്ടെ. ഒലിവിയയുടെ അവസ്ഥ അത്ര നല്ലതല്ല എന്ന് നിനക്ക് തോന്നുന്നില്ലേ? കുറ്റബോധത്തിൽ മുഴുകി അവൾ തന്നെത്താൻ നശിപ്പിക്കുകയാണ് എന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാകും. അതങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചിന്തിക്കുന്നത് അവൾ കാര്യങ്ങളെ തന്റെ സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക എന്നാണ്. പെട്ടെന്നുണ്ടായ മാറ്റങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുവാൻ അവൾക്ക് അല്പസമയം വേണ്ടി വന്നേക്കാം. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയല്ലേ ചെയ്യുന്നത്? മായ അവൾ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. അവൾ ഈ ചുഴിയിൽ കിടന്ന് കറങ്ങി താഴുന്നത് നമുക്ക് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അതത്ര ലളിതമായ ഒരു കാര്യമല്ല. അവൾ ആകെ ഭയന്നിരിക്കുകയാണ്. ആരുടെയും അനുകമ്പ താല്പര്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരി അല്ല അവൾ. മുൻപും അവളുടെ രീതി അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ ഇത് വ്യത്യസ്തമായ ഒന്നല്ലേ? അവൾ തന്നെത്താൻ ഒറ്റപ്പെടുത്തുകയാണ്. അവൾ എല്ലാവരുടെയും നേരെയും വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്. നമ്മൾ അവളോട് സംസാരിച്ച് ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. ഈ ജോലി കിട്ടിയല്ലാതെ മറ്റ് നിർവാഹമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ അടുക്കൽ വന്നത് നീ ഓർക്കുന്നുണ്ടല്ലോ. ജാക്ക്, നാം അവളിൽ വളരെ സമ്മർദ്ദം ചെലുത്തിയാൽ അവൾ പിൻവലിഞ്ഞു പോവുകയുള്ളൂ. മനസ്സിലായോ? നമ്മളോട് തുറന്നു പറയാൻ അവൾക്ക് ധൈര്യവും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന സമയത്ത് അവൾ വരട്ടെ. അതിനായി നമ്മൾ അവളെ നിർബന്ധിക്കുന്നത് ശരിയല്ല. മായ, എത്ര നാൾ നമ്മൾ കാത്തിരിക്കണമെന്നാണ് നീ പറയുന്നത്? അവൾ മാസങ്ങളായി ഈ ഒരു അവസ്ഥയിൽ തുടരുകയാണ്. ഇത്രയും നാൾ നമ്മൾ അവളെ ഒറ്റയ്ക്ക് വിട്ടല്ലോ. ആരെങ്കിലും അവളോട് സംസാരിച്ച് അവളുടെ മനസ്സ് തുറക്കാൻ പ്രേരിപ്പിച്ചില്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് അവൾക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നീ ഓർക്കുന്നുണ്ടോ? നേരത്തെയൊക്കെ അവൾ എല്ലാവരുമായി കമ്പനിയാകുന്ന സ്വഭാവമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഓഫീസിൽ ആരുമായിട്ടും ഒന്നും സംസാരിക്കുന്നില്ല. ഇവൻ നമ്മളോട് പോലും. കാശ് ലാഭിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് ആഹാരം പോലും അവൾ കഴിക്കുന്നില്ല. അപ്രകാരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നേരിട്ടത് കൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് നന്നായി അറിയാം. ഈ സന്ദർഭത്തിൽ ശാന്തമായി അവളോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കുക എന്നതാണ് ആവശ്യമായിരിക്കുന്നത്. അവൾക്ക് വേണ്ടത് കൈത്താങ്ങാണ്, വിധിന്യായങ്ങളല്ല. പക്ഷേ അവളാൽ തന്നെ വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ലജ്ജാഭാരം അവളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ നമ്മളെയൊട്ട് അവൾ അനുവദിക്കുന്നതുമില്ല. ഒരു പക്ഷേ തന്റെ വേദനകൾ കൊണ്ട് നമ്മളെ ഭാരപ്പെടുത്തുവാൻ അവൾ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൾ ഒരു അകലം പാലിക്കുന്നത്. അതായത് നീ ചിന്തിക്കുന്നത് നാം വെറുതെ കാത്തിരുന്നാൽ മതി എന്നാണോ? അവൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ അടുക്കൽ വരുന്നത് വരെ? ഞാൻ ചിന്തിക്കുന്നത് അവളിൽ ഒരു മാറ്റത്തിനായി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണമെന്നാണ്. നമ്മൾ അവളുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നാൽ മാത്രം മതി, യാതൊരു വിധികളുമില്ലാതെ. അവൾ നേരിടുന്നത് എന്തു തന്നെ ആയാലും അതിലെല്ലാം നാം അവളുടെ അരികിലുണ്ട്. ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് മതിയാകും. എനിക്കും ഇപ്പോൾ അങ്ങനെ തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സാമീപ്യമാണ് അവൾക്ക് ആവശ്യം. എങ്കിലും അവൾ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ശരിയാണ്, നമ്മൾ അവളോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രം മതിയാകും.
അതെ അതെ, നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് കാത്തിരിക്കാം. അതിനെത്ര നേരം എടുത്താലും വേണ്ടില്ല, നാം അവളോടൊപ്പം തുടരാം. ഹായ് ഒലീവിയ, ഞങ്ങളെ കൂടെ നോക്കൂന്നേ. ഇവിടെ ഇങ്ങനെയും ചിലരൊക്കെ ഉണ്ട്. അയ്യോ സോറി, ഞാൻ എൻ്റെ ചിന്തകളിൽ മുങ്ങിത്താണു പോയി. അങ്ങനെ അങ്ങ് ചിന്തകളിൽ താണു പോകരുത്. ജീവിതത്തിൽ വന്നു ഭവിച്ച പരാജയങ്ങൾ എല്ലാം മറ്റും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അവയിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അടുത്ത ചുവട് എന്താണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കളല്ലേ, കാര്യങ്ങൾ ഞങ്ങളോടും ഷെയർ ചെയ്യാമല്ലോ. കാര്യങ്ങളുടെ പരിഹാരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചുവടുകൾ വെക്കാമെന്നേ. നിനക്ക് സ്വതന്ത്രമായി അല്പസമയം ലഭിക്കട്ടെ എന്ന് ചിന്തിച്ച് ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുകയായിരുന്നു. അതേന്നേ, അടുത്ത സമയങ്ങളിലായി ഞാൻ കണ്ടമാനം ചിന്തകളിലാണ്. നീ ചിന്തകളുടെ ലോകത്തായിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? പല പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ജീവിതം, ഒരു മുന്നറിയിപ്പുമില്ലാതെ കാര്യങ്ങൾ എത്രമാത്രം മാറി മറിയുന്നു. കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. എങ്ങനെ ശരിയാക്കിയെടുക്കാമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നീ എല്ലാം ഒറ്റയടിക്ക് ശരിയാക്കണമെന്നില്ല. ഒരു സമയം ഒരു ചുവട് വെച്ചാൽ മതി. നമ്മൾ സ്നേഹിതരല്ലേ, നിനക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങളോടും പങ്കുവെക്കൂ. നമുക്കൊരുമിച്ച് കാര്യങ്ങളെ മെച്ചമാക്കുവാൻ വേണ്ട ചുവടുകൾ വയ്ക്കാം. എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പോലും അറിയില്ല. പ്രശ്നങ്ങൾ ഒന്നിനുമേൽ മറ്റൊന്നായി കുമിഞ്ഞുകൂടി കിടക്കുന്നു. എല്ലാം ഞാൻ കുഴപ്പത്തിലാക്കി. നീ തകർന്നു വീഴുക ഒന്നുമല്ല ഒലീവിയ. നാം എല്ലാം മനുഷ്യരാണ്. പലപ്പോഴും നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല എന്നും എല്ലാം നമ്മൾ കുഴപ്പത്തിലാക്കിയെന്നും ഒക്കെ തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ ഒലീവിയ, അങ്ങനെയൊന്നും നിനക്ക് സംഭവിച്ചിട്ടില്ല. നിനക്ക് വന്ന അബദ്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുക മാത്രമാണ് നീ ചെയ്യുന്നത്. മായ, ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. ഒരു നിർവാഹവും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ കടം വാങ്ങിയ പലിശക്കാർ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഭീഷണി ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു. അതെന്നെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. എനിക്ക് കിട്ടുന്ന സാലറി ഒരിക്കലും അവരുടെ കടം വീട്ടുവാൻ പോലും മതിയായതല്ല. വിറ്റ് കടം വീട്ടാൻ എനിക്കിനി ഒന്നും അവശേഷിക്കുന്നില്ല. എൻ്റെ പ്രായമായ മാതാപിതാക്കളുടെ ആശുപത്രി ചിലവുകൾക്കും മറ്റു ബില്ലുകൾ അടയ്ക്കാനും പോലും പൂർണ്ണമായും എനിക്ക് സാധിക്കുന്നില്ല. അധികം താമസിക്കാതെ വാടക വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട ഗതിയാണ്. നീ കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടാതെ, ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടല്ലോ. ഞാൻ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കട്ടെ. എനിക്കിനി ഒരു പുതിയ കാര്യം ശ്രമിക്കാൻ വളരെ ഭയമാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ല. നീ അത് തനിയെ ചെയ്യണ്ട ഒലീവിയ, ഞങ്ങളുണ്ടല്ലോ. നീ എല്ലാം തന്നെത്താൻ വഹിക്കേണ്ടതില്ല. ഞങ്ങൾ എല്ലാത്തിനും കൂടെയുണ്ട്. പലിശക്കാരെ ഒഴിവാക്കാൻ വേണ്ട പണം തൽക്കാലം ഞങ്ങൾ നിനക്ക് നൽകാം. എന്നിട്ട് കാര്യങ്ങൾ ഭേദപ്പെട്ട ശേഷം നീ അത് ഞങ്ങൾക്ക് മടക്കി തന്നാൽ മതി. അതുപോലെ തന്നെ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ട്. അത് ചെയ്താൽ നിനക്ക് കുറച്ച് പണം എക്സ്ട്രാ സമ്പാദിക്കാൻ സാധിക്കും. ഞങ്ങൾ നിന്റെ കൂടെ നിന്ന് നിന്നെ ഗൈഡ് ചെയ്യാം. എനിക്ക് ഭയമാണ്. എനിക്ക് നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങാൻ പോലും ധൈര്യമില്ല. ഒരു പക്ഷേ എനിക്ക് അതും മടക്കിത്തരാൻ സാധിച്ചില്ലെങ്കിലോ? ഞാൻ വീണ്ടും പരാജയപ്പെട്ടാലോ? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കില്ല. ഒലീവിയ, നിനക്ക് ഞങ്ങളെ നിരാശപ്പെടുത്തുവാൻ സാധിക്കില്ല. കാരണം ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത് നീ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, നിന്നെ നീയായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത്. അത് മാത്രം മതി. ഞങ്ങളെ വിശ്വസിക്കൂ. നീ ഒരിക്കലും ഞങ്ങൾക്കൊരു ഭാരമാകില്ല. ഈ ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ ഞങ്ങൾ നിന്നെ സഹായിക്കാം. അത് പണമുണ്ടാക്കാനുള്ള വളരെ സേഫായ, റിസ്ക് കുറവുള്ള ഒരു മാർഗമാണ്. എന്തായാലും നീ ജോലി ചെയ്ത് തുടങ്ങിയല്ലോ. നിന്റെ ഭാരങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങളെ കൂടി ഒന്ന് അനുവദിക്കൂന്നേ. നിങ്ങളോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. മടുത്തിട്ട് എന്നെ വിട്ട് കളയാതെ ഇങ്ങനെ നിങ്ങൾ കൂടെ നിൽക്കുന്നത് എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ്. ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെയും പോകില്ല. ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. നീ ഒരു കുഴപ്പക്കാരിയായി നിന്നെ തന്നെ കാണുന്നെങ്കിൽ നിന്റെ കുഴപ്പം ഞങ്ങളുടെ കൂടെ സ്വന്തമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു രക്ഷയുമില്ല. നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇനി മുതലുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം ഉള്ളത് എനിക്ക് എത്ര ആശ്വാസമാണെന്നോ.
ഞാൻ ചിന്തിച്ചതുപോലെ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കണ്ടോ, ഞങ്ങൾ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. മുൻപോട്ടും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാകും. നമുക്ക് ഓരോ ചുവടുകളായി മുമ്പോട്ട് നീങ്ങാം. നിന്റെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയാലും ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. ഗലാത്യർ 6:2 പറയുന്നു, അന്യോന്യം ഭാരങ്ങൾ വഹിക്കുക, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിറവേറ്റുക. ഈ സ്കിറ്റിൽ ഒരു പെൺകുട്ടി തൻ്റെ ഭാരങ്ങളിൽ അകപ്പെട്ട് വിഷമിച്ചപ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ അവൾക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ പ്രേരണ നൽകിയത് നാം കണ്ടു. അതിലുപരി അവരുടെ സഹായം സുഹൃത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്ന അവസരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലും നൽകുവാൻ അവർ ശ്രദ്ധിച്ചു. നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഇപ്രകാരമായി തീരാം. ഈ സ്കിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.